ഇന്നത്തെ സവിശേഷമായൊരു പരിപാടിയാണ് മക്കയുടെ തീരത്ത് ലൈവ് റിപ്പോർട്ടിംഗ്. മക്കയുടെ തീരത്തിൽ നമ്മുടെ കൂടെ ചേരുന്നത് ലൈവായിട്ട് നമ്മുടെ കൂടെ തൃശ്ശൂർ സ്വദേശിയായ ആബിദ്സ് മുഹമ്മദാണ്. മക്കയിലെ പീസ് റേഡിയോ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്ന അദ്ദേഹം മക്കയിലും ജിദ്ദയിലും ലൈഫ് സപ്പോർട്ട് കോഴ്സുകളിൽ ട്രെയിനറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ BLS ആൻഡ് ACLS ഇൻസ്ട്രക്ടർ ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർഷത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ ഹെൽത്ത് വളണ്ടിയറായി മത്താഫിൽ സേവനം ചെയ്യാനുള്ള അപൂർവ അവസരം കൂടി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി നമുക്കൊരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ടാവും. തീർച്ചയായും ഇത് വായിക്കുന്ന നമുക്കും കേൾക്കുന്ന ശ്രോതാക്കൾക്കും ഇന്നത്തെ ഈ സവിശേഷ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ നേരിട്ട് കേൾക്കാം. നമുക്ക് ആദ്യം അദ്ദേഹത്തെ നമ്മുടെ പീസ് റേഡിയോ പ്രഭാത പ്രക്ഷേപണ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ സുഖമാണ്. അപ്പോൾ അവിടെ സുബഹിസ്കാരം കഴിഞ്ഞിരിക്കുകയാണോ? അതെ കഴിഞ്ഞിങ്ങണ്ട് വന്നിട്ടേ ഉള്ളൂ. പണ്ട് കഴിഞ്ഞുള്ളൂ നിസ്കാരം വന്നിട്ടേ കഴിഞ്ഞിട്ട്. ഉള്ളൂ അല്ലേ? ഓക്കെ. താങ്കളിപ്പോൾ എവിടെയാണ്? മക്കയിൽ കറക്റ്റ് ഇപ്പോൾ എവിടെ താങ്കളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം ഒന്ന്? ഇല്ല, ഞാനിപ്പോ ഉള്ളത് ജിദ്ദയിലാണ് ഉള്ളത്. ഉം. അതെ, ഞാന് അൽഹംദുലില്ലാഹ് കഴിഞ്ഞ 11 വർഷമായിട്ട് മക്കയിലാണ് ജോലി ചെയ്തത്. നേരിട്ട് മക്കയിലായിരുന്നു. ഇപ്പൊ ഒരു 2 മാസത്തോളമായിട്ട് ജിദ്ദയിലും കൂടെ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായതാണ്. അതെ, അങ്ങനെയാണ് ഉള്ളത്. അൽഹംദുലില്ലാഹ്. എന്നാ പിന്നെ നമുക്ക് ഇപ്പോൾ ഹാജിമാരുമായി ബന്ധപ്പെട്ട് ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ളതാണല്ലോ കൂടുതൽ അറിയാനുള്ള. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പിന്നെ അതെ മത്താഫിൽ അതുമായി ബന്ധപ്പെട്ട കുറേ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അത്തരം ചില ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്ന് തോന്നുകയാണ്. ഹാജിമാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് മക്കയിൽ എന്തൊക്കെയാണ് പുതിയ സംവിധാനങ്ങളായിട്ടുള്ളത്? നിലവിലുള്ള ആശുപത്രികൾക്ക് പുറമെ ആശുപത്രികൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതുപോലെ തന്നെ കൂടുതൽ സംവിധാനങ്ങൾ എന്തൊക്കെയൊക്കെ ഈ ഒരു വർഷം പ്രത്യേകം എടുത്ത് പറയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള ചോദ്യം കൊണ്ട് തുടങ്ങാൻ തോന്നുന്നു. അതെ ഇൻഷാ അല്ലാ. പിന്നെ നമ്മൾ മക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രത്യേക ഹജ്ജ് സീസൺ വരുന്ന സമയങ്ങളിൽ സാധാരണ മക്കയിലുള്ള 2-3 സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകളും അതുകൂടാതെ തന്നെ സാധാരണ അവിടുത്തെ പോപ്പുലേഷനും പിന്നെ ഉംറ അങ്ങനത്തെ ആളുകൾക്കൊക്കെ വരുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ സാധാരണ രീതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, സാധാരണ മഷായറുകളിൽ ഒരു ഫീൽഡ് ഹോസ്പിറ്റൽസ് ഹജ്ജിന് വേണ്ടി പ്രത്യേകം നമ്മൾ തുറക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോ അത് ഓൾറെഡി നമ്മൾ ദുൽഹജ്ജ് ദുൽഖഅദ് 20 കൂടി ഹാജിമാർ ഇറങ്ങുന്ന സമയം തന്നെ കണക്കാക്കിക്കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കും. ഫീൽഡ് ഹോസ്പിറ്റലുകളൊക്കെ സാധാരണ ഹജ്ജിന്റെ അതിനോടനുബന്ധിച്ച് ദുൽഹജ്ജ് 1 മുതലാണ് അതിലേക്കുള്ള അസൈൻമെന്റുകളും മറ്റും തുടങ്ങുക. ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് ഇന്നലെ ഹെൽത്ത് മിനിസ്റ്ററുടെ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് ഏകദേശം ഇപ്പോൾ തന്നെ ഇന്ന് ദുൽഹജ്ജ് 4 ആയിട്ടുള്ളൂ. അപ്പൊ 50,000-ഓളം ഹെൽത്ത് സർവീസുകൾ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് 140-ഓളം സർജറി, ജനറൽ സർജറി വിഭാഗത്തിൽ 140-ഓളം സർജറികളും 65 മുതൽ 70 വരെയുള്ള കാർഡിയക് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയിട്ടുള്ള അതിനൂതന സംവിധാനങ്ങൾ. അതുകൂടാതെ 6 ഓപ്പൺ ഹാർട്ട് സർജറികൾ ചെയ്തു തീർത്തു എന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു 50-ഓളം 55-75 ഒക്കെ ആയിട്ടുള്ള ഹാർട്ട് സർജറികൾ, ഓപ്പൺ ഹാർട്ട് സർജറികൾ ചെയ്യേണ്ട സാഹചര്യങ്ങൾക്കുള്ള പ്രിപ്പയർനെസ്സും റെഡിനെസ്സും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇത് സൗദി ഗവൺമെന്റ് ഒരുക്കുന്ന സാഹചര്യങ്ങളാണ്. ഇത് കൂടാതെ ഇപ്പോൾ ഓരോ നാട്ടിൽ നിന്നും വരുന്ന ഹജ്ജ് മിഷന്, ഇപ്പൊ നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ കീഴിൽ വരുന്ന ഹാജിമാരെ പാർപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഏരിയ ഉണ്ട്, അസീസിയ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ. അസീസിയയിലാണ് ഇപ്പോൾ നമുക്ക് ഹാജിമാരെ മുഴുവനായിട്ടും താമസിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1 ലക്ഷത്തിന്റെ മേലെ വരുന്ന ഹാജിമാർ, ഒരു വലിയൊരു പോപ്പുലേഷൻ അവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഇന്ന് ലാസ്റ്റ് ഫ്ലൈറ്റ് ഒക്കെ എത്തി. അതില് ആളുകൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ അത്തരം ആളുകൾ വരുന്ന സമയത്ത് തന്നെ അവർക്ക് ഈ ഹജ്ജ് മിഷന്റെ മേൽനോട്ടത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഹോസ്പിറ്റലുകൾ, 40 ബെഡുകളൊക്കെ കപ്പാസിറ്റി ഉള്ള ചെറിയ ഹോസ്പിറ്റലുകൾ ഹജ്ജ് മിഷൻ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, അവിടെ നമ്മൾ ഹാജിമാരൊക്കെ എടുത്ത് അവിടുന്ന് റെഫർ ചെയ്യേണ്ട ഹാജിമാരെ മാത്രം അത് കാറ്റഗറൈസ് ചെയ്ത് അതിനെ ട്രയൽ ചെയ്ത് അങ്ങനത്തെ ഹാജിമാരെ മിനിസ്ട്രിയുടെ ഹോസ്പിറ്റലുകളിലേക്ക്, അവിടുത്തെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലായിട്ട് ഹോസ്പിറ്റൽ നൂറ്, അതുപോലെ കിങ് അബ്ദുള്ള മെഡിക്കൽ സിറ്റി, കിങ് അബ്ദുൽ അസീസ് ഹോസ്പിറ്റൽ അറമിന്റെ അടുത്തുള്ള ഫൈസൽ ഹോസ്പിറ്റൽ, അത്തരം ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്ന സംവിധാനങ്ങൾ. പിന്നെ ഇപ്പൊ നിങ്ങൾ ചോദിച്ച പോലെ ഈ വർഷം പ്രത്യേകമായിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇവരിത് ഒന്നുകൂടെ എല്ലാ ആളുകളിലേക്കും ഇത് എത്താൻ വേണ്ടിയിട്ടും ഇതിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ടായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഉണ്ട്. ഇവിടെ ഇപ്പോ നാഷണൽ ഹോസ്പിറ്റൽ, അൽ അബീർ ഹോസ്പിറ്റല്,
അതുപോലെ ഇപ്പോൾ പുതിയതായി തുടങ്ങിയ IMC എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റൽ, അങ്ങ് സൗദി ജർമ്മൻ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലുകളുമായിട്ടൊക്കെ കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് ഹജ്ജും മിനിസ്ട്രി ഓഫ് ഹെൽത്തും ചേർന്ന് കരാർ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഹാജിമാർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സേവനം കൂടി അവർക്ക് പെട്ടെന്ന് ലഭിക്കുന്ന രീതിയിൽ ഒരു കോൺട്രാക്ട് ബേസിസിൽ അതും കൂടെ ഇപ്രാവശ്യത്തെ ഹജ്ജിന് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. അതുകൂടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഹാജിമാരിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിന്നെ മഷായറുകളിൽ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ട് 3 ഫീൽഡ് ഹോസ്പിറ്റലിൽ തന്നെ 1200 ബെഡ് കപ്പാസിറ്റി ഉള്ള വലിയ ഹോസ്പിറ്റൽ, നമ്മുടെ നാട്ടിലെ വലിയ ഹോസ്പിറ്റലുകളോട് സമാനമായ രീതിയിൽ എല്ലാ സജ്ജീകരണങ്ങളോടും അതിലേക്കുള്ള ഡോക്ടർമാരും മറ്റു പാരാമെഡിക്സ് വർക്കേഴ്സും എല്ലാവരും കൂടെ ആയിട്ടുള്ള സജ്ജീകരണങ്ങൾ 1200 ബെഡ്. അത് 60% വീണ്ടും ബെഡ് കപ്പാസിറ്റി എന്തെങ്കിലും പ്രത്യേക സാഹചര്യം ഉണ്ടാവുന്ന ഡിസാസ്റ്ററുകളോ മറ്റോ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിന് 60% കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളുടെ ഇവിടെ മിനിസ്ട്രി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ എന്തായാലും താങ്കളുടെ വിശദീകരണങ്ങൾ കേട്ടു, ശ്രോതാക്കളും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു ഷെയറിങ്ങിന് വേണ്ടി ചോദിക്കുകയാണ്. അതായത് പിന്നെ എമർജൻസി സാഹചര്യങ്ങളിൽ പെട്ടെന്നുള്ള നടപടികൾ സ്വീകരിക്കാൻ വലിയ തോതിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതായി മീഡിയകളിൽ വന്നിരുന്നു. അടിയന്തര സാഹചര്യത്തിൽ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ആംബുലൻസ് സംവിധാനം ഏതൊക്കെ തരത്തിൽ ലഭ്യമാക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ചൊന്ന് പറയാമോ? സൗദി മാഷാ അല്ലാ, ഇവിടെ നമുക്കറിയാം ഒരു വലിയൊരു ഗ്യാതറിംഗ് ആണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഏകദേശം 20 ലക്ഷത്തോളം ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സാഹചര്യമാണ്. അതും പല വയസ്സിലും പല സാഹചര്യങ്ങളിലും പല അസുഖങ്ങളൊക്കെ ആയിട്ട് പല നാട്ടിൽ നിന്നും വന്നിട്ടുള്ള ആളുകൾ അവർ ഒരുമിച്ച് കൂടുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ് ഇത്ര ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ചെറിയൊരു സമ്മേളനം നടക്കുമ്പോൾ തന്നെ നമുക്ക് ട്രാഫിക്കും അതിന്റെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അറിയേണ്ടതാണ്. അപ്പൊ ഇത് വളരെ വലിയ ഒരു പ്രത്യേക ദിവസങ്ങളിൽ കൂടിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൂടാതെ തന്നെ ഹാജിമാർ ഇവിടെ താമസിക്കുന്ന സാഹചര്യം, അപ്പൊ അവർക്ക് വേണ്ട സർവീസ് കൊടുക്കാൻ അപ്പൊ സ്വാഭാവികമായിട്ടും റോഡുകളും മറ്റുമൊക്കെ എന്താവും, വളരെ തിരക്കുള്ള ഒരു സിറ്റുവേഷനിലേക്ക് മാറിപ്പോകും. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന സമയം അത് നമുക്ക് ഏകദേശം അതിനെ മറികടക്കാനും അതിലേക്ക് വേണ്ടിയുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏകദേശം 900 ആംബുലൻസുകളാണ് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ, ഗ്രൗണ്ട് ആംബുലൻസുകൾ 900 ആംബുലൻസുകളാണ് സജ്ജീകരിച്ചു വെച്ചിട്ടുള്ളത്. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹജ്ജ് മിഷൻ ഓരോ രാജ്യത്തിനും ഇപ്പൊ ഇന്ത്യ, ഇന്തോനേഷ്യ, ചൈന അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള ആംബുലൻസുകൾ വേറെയും അവർ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ 900-ന് പുറമെ അത് സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. ഈ 900 എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഈ ഹജ്ജിന്റെ ആ ഒരു പ്രത്യേക സമയത്താണ് അതിലെ ഒരു ഏകദേശം 50% ആക്റ്റീവ് ആവുക ആ സമയത്താണ്. അപ്പൊ നമ്മളിപ്പോ ഈ ബാക്കിയുള്ള അതിന്റെ മക്കയോട് ചേർന്ന് കിടക്കുന്ന സിറ്റികളായിട്ടുള്ള തായിഫ്, ജിദ്ദ അത്തരം സിറ്റികളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, ആ സമയത്ത് അവിടേക്ക് എന്ത് ചെയ്യും, ഈ ആംബുലൻസുകൾ എത്തും. മിനിസ്ട്രിയുടെ ആംബുലൻസുകളും മറ്റും പാരാമെഡിക്സോടൊക്കെ കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് അവിടെ എത്തുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഏകദേശം 900 ആ ഒരു മിനിസ്ട്രിയുടെ ആംബുലൻസും ബാക്കി ഹജ്ജ് മിഷന്റെ ആംബുലൻസും ചേർന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1200-1500 വരുന്ന ആംബുലൻസ് സർവീസുകൾ മക്കയിൽ സുസജ്ജമായിരിക്കും, ഗ്രൗണ്ട് ആംബുലൻസ്. പിന്നെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഗ്രൗണ്ട് ആംബുലൻസ് ഉണ്ടെങ്കിലും തന്നെ പെട്ടെന്ന് ഒരാൾക്ക് ഇപ്പൊ മഷായറുകൾ മിനയിൽ ഒരു പെട്ടെന്ന് ഒരു പ്രശ്നം ഉണ്ടായി, ഒരു ഹാജിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇപ്പൊ മിനയിൽ നിന്നും ഏകദേശം ഒരു 6-7 കിലോമീറ്റർ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ റോഡുകളിലൂടെ സഞ്ചരിച്ചിട്ട് വേണ്ടി വരും അടുത്ത സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിലേക്കും മറ്റും എത്താനായിട്ട്. അപ്പോ അവരവിടുന്ന് കൊണ്ടുവരാൻ അത് അത്ര പോസിബിൾ അല്ല, നമുക്ക് പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളൊരു പോസിബിലിറ്റി ഇല്ല. കാരണം പല ട്രീറ്റ്മെന്റുകൾ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് ഒക്കെ സമയബന്ധിതമായിട്ട് നമുക്ക് ചികിത്സ കൊടുക്കേണ്ടതാണ്. അപ്പൊ അത് ഇതാക്കാൻ വേണ്ടിയിട്ട് 11 ആംബുലൻസ്, എയർ ഇവാക്യുവേഷന് വേണ്ടിയിട്ട് 11 എയർ ആംബുലൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട്. അതിങ്ങനെ അവിടുന്ന് പേഷ്യൻസിനെ എടുക്കും, പെട്ടെന്ന് തന്നെ ഇവിടേക്ക് കൊണ്ടുവരും. അതൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഹോട്ട് ലൈൻ സർവീസുകൾ ഉണ്ട്. ഇപ്പൊ നമ്മളെ കയ്യിലൊരു ഫോൺ ഉണ്ടായിരിക്കും, അതിനോട് ബന്ധപ്പെട്ട ആളുകൾ അപ്പൊ പല ഹോസ്പിറ്റലുമായി കണക്ട് ചെയ്തിട്ട് അത് എവിടേക്കാണോ കൊണ്ടുപോകേണ്ടതെന്നില്ല അവിടുത്തെ പ്രാഥമിക ശുശ്രൂഷ നൽകുന്ന ടീം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കും, പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തും. ആ രീതിയിലൊക്കെ വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങളാണ് മാഷാ അല്ലാഹ് സൗദി ഗവൺമെന്റ് ഹാജിമാരുടെ കാര്യത്തിൽ ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. മാഷാ അല്ലാ, നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഇത്ര 20 ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇത്രയും മെക്യൂറായിട്ടുള്ള ഓരോന്നും ആ ഒരു സംവിധാനം, അത് അള്ളാൻ്റെ എന്താ ഒരു പ്രത്യേക തൗഫീക്ക് തന്നെയല്ലേ ഭരണാധികാരികൾക്ക് അങ്ങനെ ചെയ്യാനും നിർവഹിക്കാനൊക്കെ ഉള്ളത്. തീർച്ചയായും വലിയൊരു ജനക്കൂട്ടം ഒന്നിച്ച് കൂടുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് ആശ്ചര്യകരമാണ്. നമുക്കൊരു അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് അതൊക്കെ കേൾക്കുമ്പോൾ. ഒരു ചോദ്യം ഉള്ളത്, പലപ്പോഴും ഈ രോഗികൾ പിന്നെ കൂടുതൽ ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ വരാറുണ്ടല്ലോ. അതേപോലെ തന്നെ അവർക്ക് ചിലപ്പം സർജറിക്ക് വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട്?
അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇപ്പൊ ഹജ്ജിന് വന്ന ആളുകൾ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ല, ഹജ്ജ് നമ്മൾ തുടങ്ങിയതിൽ ഹജ്ജ് 4ലേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പോഴത്തേനും തന്നെയാണ് ഈ പറഞ്ഞ സർജറികളൊക്കെ 140 ജനറൽ സർജറി, അപ്പൊ 65 ആൻജിയോപ്ലാസ്റ്റി, അതുപോലെ 6 ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ ചെയ്തത്. അപ്പൊ അത്തരം ഹാജിമാര് സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമുള്ള ആളുകളായിരിക്കും. അവർ ഹോസ്പിറ്റലിൽ തന്നെയാണ് കഴിയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സാധാരണ രീതിയിൽ ഓരോ ഹോസ്പിറ്റലുകൾ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇൻപേഷ്യന്റ് സൗകര്യങ്ങൾ പരമാവധി ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൂടാതെ ഹജ്ജിന് പ്രിപ്പയർ ഈ 3 ഫീൽഡ് ഹോസ്പിറ്റലിൽ 1200 ബെഡ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യും, സാധാരണ പെട്ടെന്ന് വേണ്ട കേസുകളൊക്കെ അതിലേക്ക് എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള കേസുകൾ നമ്മൾ എന്ത് ചെയ്യും, ഹജ്ജ് കഴിയുന്നതോട് കൂടിയിട്ട് മറ്റുള്ള ഹോസ്പിറ്റലുകൾ റെഫർ ചെയ്തിട്ട് ഓരോ ഹോസ്പിറ്റലിലെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് അവിടെ നമ്മൾ ഈ പേഷ്യൻസിനെ അവിടുത്തെ ബെഡിലേക്ക് മാറ്റും. ഇനി അത് കൂടാതെ അടുത്ത് കിടക്കുന്ന സിറ്റികളായിട്ടുള്ള ഇപ്പൊ ജിദ്ദയിലൊക്കെ കുറെ ഹോസ്പിറ്റലുകൾ നമ്മുടെ മിനിസ്ട്രിയുടെ കീഴിൽ തന്നെ പല ഹോസ്പിറ്റലുകളുണ്ട്. അപ്പൊ അവിടേക്ക് എന്ത് ചെയ്യും, അവരെയും കൂടെ അറിയിച്ചിട്ട് ഇങ്ങനെ മക്കയിൽ നിന്നും അവിടെ കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നമ്മൾ ജിദ്ദയിലേക്കും കൂടെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കിങ് അബ്ദുൽ അസീസ് ഹോസ്പിറ്റൽ, കിങ് ഫഹദ് ഒക്കെ തുടങ്ങിയിട്ടുള്ള വലിയ ഹോസ്പിറ്റലുകളിലേക്ക് എന്ത് ചെയ്യും, അവരെ കൂടെ അറിയിച്ച് അവിടേക്കും കൂടി നമ്മൾ എന്ത് ചെയ്യും, പേഷ്യൻസിനെ മാറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. പിന്നെ ഇനി ഇത് കൂടാതെ ഇപ്പൊ ഇന്നിപ്പോ ദുൽഹജ്ജ് 4, 5 ഈ സമയത്തൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും സർജറിയോ അങ്ങനെ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെന്താവും, ഹോസ്പിറ്റലൈസ്ഡ് ആവും. അപ്പൊ ഹജ്ജ് ഉദ്ദേശിച്ചിട്ട് കാലങ്ങളോളം കാത്തിരുന്നിട്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് വന്ന ആളുകളാണ്. അപ്പൊ അവരിവിടെ വന്നിട്ട് ഇവർക്ക് ഒരു അസുഖം വന്ന് അപ്പൊ ഇനി അവരുടെ ഹജ്ജ് എന്താവും, അടുത്തൊരു ആശങ്കയാണ് അത്. ഇപ്പൊ അവര് ഹോസ്പിറ്റലിലാണ്, ഇന്ന് സർജറി കഴിഞ്ഞൊക്കെ നാട്ടിലേക്ക് വിളിച്ചൊക്കെ പറഞ്ഞ സാഹചര്യം ഉണ്ടായാല് സ്വാഭാവികമായിട്ടും ആലോചിക്കും, പഠിച്ചോനെ ഹജ്ജിനായിട്ട് വന്നിട്ടാണല്ലോ റബ്ബ് ഇത് പറ്റിയത്, ഇനിയിപ്പോ ഓരോ ഹജ്ജ് എന്താ ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം എന്ത് ചെയ്യുന്നു, പല ഹോസ്പിറ്റലുകളിലും സർവീസുകളുണ്ട്. കാരവൻ സർവീസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ആ സർവീസിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മള് ഹജ്ജ് ഇപ്പൊ ദുൽഹജ്ജ് 9-ന് രാവിലെ മുതൽ ഈ സർവീസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന് തൊട്ട് അടുത്ത ദിവസങ്ങളിൽ ചെക്ക് ചെയ്തിട്ട് അറഫയിലേക്ക് പോവാന് മറ്റേ പ്രിപ്പയർ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ സർജറി ഇന്ന് കഴിഞ്ഞ ആൾക്കാരൊക്കെ നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോഴത്തേനും അവരുടെ ഒരു എമർജൻസി ഘട്ടം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവരെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അന്നേ ദിവസം അവരെന്ത് ചെയ്യും, അവരെ ആ ബസ്സിൽ കയറ്റി ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അറഫയിൽ കൊണ്ടുപോയിട്ട് അവിടെ ഓരോ ഹോസ്പിറ്റലിനും ഓരോ ടെന്റുകൾ അവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ കിങ് അബ്ദുള്ള ഹോസ്പിറ്റലിൽ ടെന്റ്, മുസ്തഷ്ഫ നൂറിന് വേറെ ടെന്റ്, അങ്ങനെ അവിടേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് മോണിറ്റർ ചെയ്യും. അവിടെ വെച്ച് ഓക്സിജനും കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ട സാഹചര്യങ്ങളിൽ കൊടുക്കും. അങ്ങനെ നമുക്ക് ബുദ്ധിയും അറഫയിൽ നിൽക്കുന്ന അറിയാൻ കഴിയുന്ന പേഷ്യൻസിനെ കൊണ്ടുപോകാൻ കഴിയുന്ന പേഷ്യൻസിനെ സജ്ജീകരിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവരെ അവിടുന്ന് ഹജ്ജിൽ പങ്കെടുപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്ന് നിർബന്ധമായിട്ട് അറഫയിൽ നിൽക്കേണ്ട സാഹചര്യത്തിന് അറഫയിൽ തന്നെ കൊണ്ടുപോയി നിർത്തി 1-2 മണിക്കൂറുകൾ നിർത്തി അവരെ വീണ്ടും തിരിച്ച് നമ്മളെ ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുവന്ന് അവിടെ കെടുത്തും. പിന്നെ ബാക്കി ഏറിനും തവാഫിനൊക്കെ മറ്റാളുകളെ ഏൽപ്പിച്ചിട്ടും അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന്റെ മുറക്ക് അവരെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ വിസ കഴിയുന്ന സാഹചര്യം പോലും ഇല്ല. കാരണം അതുപോലും മിനിസ്ട്രി ഓഫ് ഹെൽത്തും മിനിസ്ട്രി ഓഫ് ഹജ്ജും കൂടി സംയോജിപ്പിച്ച് അവരുടെ വിസ പോലും വീണ്ടും വീണ്ടും പുതുക്കി കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ശരിക്കും ഹജ്ജ് മിസ് ചെയ്യാത്ത അവസരം പരമാവധി നൽകുന്നുണ്ടെന്ന് അർത്ഥം അല്ലേ? അതെ അതെ, ഹോസ്പിറ്റലൈസ് ആയി ചോദിച്ചിട്ട് ഹജ്ജ് പോകുന്ന ഒരു സാഹചര്യമല്ല. വളരെ ഇതിലിപ്പോ വല്ല ക്രിട്ടിക്കലായ ഒരു കാർഡിയക് അറസ്റ്റ് വന്ന് ബോധം പോയി അങ്ങനത്തെ ആളുകളെ പേഷ്യൻസിന് മാത്രമാണ് അവർ ഒഴിവാക്കുള്ളൂ. ബാക്കിയുള്ളവരെ എല്ലാവരും അവിടേക്ക് കൊണ്ടുപോകും. അല്ല, ഈ ഒരു സാഹചര്യം പിന്നെ ഈ ഒരു സംവിധാനം തുടങ്ങിയത് ഈ അടുത്താണോ അതോ കുറെ മുമ്പേ ഉണ്ടോ അത്? അല്ല, കാരവൻ സർവീസുകൾ ഇപ്പൊ കഴിഞ്ഞ ഞാൻ വന്നതിന് ശേഷം കുറച്ച് 5-6 വർഷമായിട്ട് ഈ സർവീസുകൾ ഉണ്ട്. പക്ഷെ ഇത് വ്യാപിച്ച് എല്ലായിടത്തും എത്തിയതും കൂടുതൽ പേഷ്യൻസിനെ കൊണ്ടുപോകുന്നതൊക്കെ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മളൊരു 3-4 വർഷത്തിന്റെ ഉള്ളിലായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഓരോ സൗകര്യങ്ങളും അതാത് വർഷങ്ങളിൽ അതിന്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം അല്ലേ? അതെ, എണ്ണം കൂട്ടുക, അതുപോലെ അതിലേക്കുള്ള സജ്ജീകരണങ്ങൾ കൂട്ടുക, അതിന്റെ ഫെസിലിറ്റീസ് കൂട്ടുക, കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളിപ്പിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ശരിക്ക് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അടിയന്തര സാഹചര്യങ്ങൾ നേടുന്നതിന് വലിയ സംവിധാനങ്ങൾ ഒരുക്കിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ഗുണഫലങ്ങൾ ഹാജിമാർക്ക് എത്രമാത്രം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. ചിലതൊക്കെ നിങ്ങൾ പറഞ്ഞു, ഒന്നുകൂടി ആഡ് ചെയ്ത് പറയുകയാണെങ്കിൽ അതെന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. അല്ല, അത് ഇപ്പൊ നമുക്ക് ഹാജിമാർ ഇവിടെ വന്നിറങ്ങി കഴിഞ്ഞാൽ അന്ന് മുതലേ അവർക്ക് ആ സംവിധാനങ്ങൾ കിട്ടും. ഇപ്പൊ അതിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഇപ്പൊ മക്കയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം പ്രധാനപ്പെട്ട മക്കയില് എന്താ വെച്ചാൽ വളരെ ചെക്കിംഗ് ആയിരുന്നു. മക്കയിൽ താമസിക്കാൻ അനുമതിയുള്ളവർക്കും അവിടേക്ക് വർക്കിനായിട്ടുള്ള പെർമിറ്റ് കിട്ടിയിട്ടുള്ള ആളുകളെ മാത്രമേ അവിടെ പ്രവേശിപ്പിച്ചിട്ടുള്ളൂ, അവിടെ നിൽക്കാനായിട്ട് അനുവദിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ആളുകളെ അവിടുന്ന് ഫിൽട്ടർ ചെയ്ത് പോലീസ് എല്ലാ ബിൽഡിങ്ങിലും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അത്തരത്തില് എല്ലാവർക്കും അറിയാം. അപ്പൊ ആൾക്കാർ സാധാരണ രീതിയിൽ പെട്ടെന്ന് നമ്മൾ ചോദിക്കുക എന്താ ഇപ്പൊ
കുറച്ച് ആൾക്കാർ മക്കയിലാണ്ട് നിന്നോളൂ, എന്തിനാ ഇപ്പൊ ഒരു പോലീസുകാർ ഇങ്ങനെ കയറിയിട്ട് എല്ലാവരും ആക്കണമെന്നൊക്കെ ചോദിക്കും. അപ്പൊ അതിന്റെ ഒരു ഭവിഷ്യത്ത് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഹജ്ജിന് മറ്റേ പൈസ അടച്ച് ഓരോ രാജ്യത്തിൽ നിന്നും വിസ എടുത്ത് അതിന്റെ മാസങ്ങളോളം അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തു വന്ന ആളുകൾക്ക് അവരെ സേവിക്കാനും അവർക്ക് വേണ്ട ഫെസിലിറ്റീസിനും വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ അനധികൃതമായിട്ട് ഹജ്ജിന് വരുന്ന ആളുകൾ വന്ന് നമ്മുടെ മക്കയിൽ വന്ന് ഹജ്ജിന്റെ സമയത്ത് അനധികൃതമായിട്ടാണ് അവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ മാസം അവിടെ ഗ്യാദർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാനുഷികമായ പരിഗണനയുടെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ വരുന്ന ആ സമയത്ത് ഇപ്പൊ ഒരാള് അറഫയിൽ കൊളാപ്സ് ആയി, അപ്പൊ അയാൾക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് അയാൾ അനധികൃതമാണോ അധികൃതമാണോ എന്ന് നമുക്ക് അതെ നോക്കാനുള്ള അതെ സാഹചര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്കും കൂടി നമ്മൾ ഇത് കൊടുക്കേണ്ടി വരും. അപ്പൊ അതെ ഇവിടെ അതെ നമ്മൾ ഈ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത് ഇപ്പൊ നമുക്കറിയാം, പെട്ടെന്ന് നമ്മളൊരു സമ്മേളനത്തിന് കസാര ഇടുമ്പോൾ അതൊരു 100 കസാര ഇട്ട് 100 ആൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇട്ടുണ്ടാവും. പെട്ടെന്ന് അവിടേക്ക് 200 ആൾ വന്നാല് ഈ 100 ആളുകൾ ടിക്കറ്റ് എടുത്ത് വന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കസാര ഉപയോഗിക്കില്ല. മറ്റവരാണ് ഇത് ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ എത്രത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. സാഹചര്യങ്ങളാകെ പ്രശ്നമാവും. മൊത്തത്തിൽ നമ്മളെ കയ്യിൽ നിന്ന് പോകും. കാരണം നമ്മളിവിടെ ഇത്ര ഒരു 10 ലക്ഷം ആൾക്കാർക്ക് ഉണ്ടാക്കിയിട്ട് ഒരു 3 ലക്ഷം ആൾക്കാർ കൂടുതൽ വന്നു, ആ 3 ലക്ഷം പെട്ടെന്ന് കൊളാപ്സ് ആയി അവർക്ക് കൊടുത്ത് ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് കിട്ടില്ല എന്ന് പറയുമ്പോൾ അത് മൊത്തത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അന്യായത്തിലേക്ക് നീങ്ങും. പക്ഷെ അവിടെ നമ്മളൊരു ധാർമ്മിക സംഘടനത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇവർക്ക് വേണ്ട ഫെസിലിറ്റീസ് അവർക്ക് കൊടുക്കുക, എന്നിട്ട് ഇവർക്ക് അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഇതാണ്. അപ്പൊ അത് അതെ. സ്വാഭാവികമായിട്ടും എല്ലാ ഫീൽഡിലും അത് വളരെ ഇതുണ്ട്. അപ്പോൾ ഏതായാലും ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള ഓരോ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയാണ് കടന്നു പോകുന്ന അർത്ഥം. അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഹെൽത്ത് വളണ്ടിയർ ആയിട്ടുള്ള സേവനമാണ് ചെയ്യുന്നത്. ഏകദേശം എത്ര ആളുകൾ ഇതുപോലെ ഹെൽത്ത് വളണ്ടിയേഴ്സ് ഉണ്ടാവും? ഇപ്രാവശ്യം നമുക്ക് 7500-ലധികം ഹെൽത്ത് വോളണ്ടിയേഴ്സ് ആണ് മൊത്തത്തിൽ ഉണ്ടാവുന്നതാണ് നമുക്ക് ഇൻഫർമേഷൻസ് വന്നിട്ടുള്ളത്. അതിപ്പോ സാധാരണ രീതിയിൽ മക്കയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുൽഹജ്ജ് 1 മുതൽ സ്പെഷ്യൽ ഹജ്ജ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഫും കാര്യങ്ങളും ഇല്ലാതെ 12 മണിക്കൂറുള്ള സ്പെഷ്യൽ ഡ്യൂട്ടി ചില ഹോസ്പിറ്റലിൽ ദുൽഹജ്ജ് 1 മുതൽ, മറ്റേ ഹോസ്പിറ്റലിൽ ദുൽഹജ്ജ് 5 മുതൽ 20 വരെ 15 ദിവസമാണ് അതിന്റെ കാറ്റഗറി. അപ്പൊ ആ സമയത്ത് മക്കയിലുള്ള ആളുകൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അവരുടെ ജോലിയിൽ വ്യാപൃതരാകും, അവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങൾക്കാവും. അപ്പോൾ മറ്റുള്ള സിറ്റികളിൽ നിന്ന്, സൗദിയുടെ മറ്റു സിറ്റികൾ റിയാദ്, ദമാം, ജിദ്ദ തുടങ്ങിയിട്ടുള്ള വലിയ സിറ്റികളിൽ നിന്നൊക്കെ ആളുകൾ ഹെൽത്ത് വോളണ്ടിയേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഹെൽത്ത് ഫീൽഡിലുള്ള സർട്ടിഫിക്കറ്റ് അതൊക്കെ വെരിഫൈ ചെയ്ത് വളരെ സ്ക്രൂട്ടനിങ് ചെയ്തിട്ടാണ് അവർ അതിലേക്ക് എടുക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, അവർ എടുത്തിട്ടുള്ള 7500-ഓളം പാരാമെഡിക്സും ഹെൽത്ത് വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ തന്നെ അവിടേക്ക് വരുന്നില്ല ഒരു ഇൻഫർമേഷനാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ രീതിയിലാണ് നമ്മുടെ ഒരു സംവിധാനം ഒരുക്കപ്പെട്ടിട്ടുള്ളത്. മാഷാ അല്ലാ, വളരെ ചുരുങ്ങിയ സമയത്തിനകം ഒരുപാട് കാര്യങ്ങൾ ഒരു നിർത്താതെ നമുക്ക് അത്രയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്, പക്ഷേ നമ്മളെ മുമ്പിൽ സമയം വളരെ പരിമിതമാണ്. അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്ന ഹാജിമാർക്ക് വേണ്ടി ഒരു രാജ്യം ഒന്നടങ്കം പൂർണ്ണമായ സുസജ്ജമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആയിരക്കണക്കിന് വളണ്ടിയേഴ്സ്, ഭരണ സംവിധാനങ്ങൾ, ഇതൊക്കെ നമുക്ക് അത്ഭുതവും അതോടൊപ്പം തന്നെ നമ്മുടെ ദീനിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രൗഢിയും അഭിമാനമൊക്കെ തോന്നിക്കുന്ന നിമിഷങ്ങളാണ്. പ്രാർത്ഥനയിലുണ്ടാകുക. ഇതുവരെ പീസ് റേഡിയോയുടെ കൂടെ ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാ മറ്റൊരു സന്ദർഭത്തിൽ ഇതുപോലെ വീണ്ടും ചേരാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്ക്, ജസാക്കല്ലാഹു ഖൈറ. ഇയ്യാക്കും ഇൻഷാ അല്ലാഹ്. എന്തായാലും ശ്രോതാക്കൾ ഇതുവരെ മക്കയുടെ തീരത്ത് നിന്നും നമ്മോടൊപ്പം ചേർന്ന തൃശ്ശൂർ സ്വദേശിയായ ആബിദ് മുഹമ്മദ് എന്ന വ്യക്തിയിൽ നിന്നും നമുക്കുൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, പ്രത്യേകം നന്ദി അറിയിക്കുന്നു.